ഹായ് ഫ്രണ്ട്സ്, ആസികാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പ്രത്യേക തരം വാഹനം. എപ്പോഴും നമ്മൾ പ്രത്യേക ക്വാളിറ്റി വാഹനം എന്നൊക്കെ പറയുമെങ്കിൽ ഇന്നും അതുപോലെ തന്നെ ഒരു കിഡിലൻ ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് അതാണ് BMW 520 ആണത്. 520 LCI മോഡലാണ് കേട്ടോ. 2015 ലാസ്റ്റിൽ വരുന്ന ഒരു വാഹനമാണത്. അതുകൊണ്ട് തന്നെ LCI എഞ്ചിൻ, പുതിയ എഞ്ചിൻ, ന്യൂ ഷേപ്പ് എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിനെല്ലാവരും പറയാം, പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂ എഞ്ചിൻ എന്ന് പറഞ്ഞത്. അല്ലാതെ എഞ്ചിന് പുതിയത് വെച്ചു എന്നല്ല അതിന്റെ അർത്ഥം. ഇന്നാളെ ഒരു കസ്റ്റമർ വിളിച്ചു വെച്ചിട്ട് നിങ്ങൾ പുതിയ എഞ്ചിൻ മാറ്റിയോ എന്നൊക്കെ ചോദിച്ചു, അങ്ങനെയൊക്കെ ചോദിച്ചു. ആ കസ്റ്റമർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്, സാരമില്ല, നമുക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ന്യൂ ഷേപ്പ് എഞ്ചിൻ വരുന്നൊരു വാഹനം LCI എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഡീസൽ വേരിയന്റ് ആണ്, 520D ആണ്, സൺറൂഫ് വരുന്നുണ്ട്, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം കൂടിയാണ്. അപ്പൊ ഇത് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, കൂടുതൽ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ റാസി കാർസ് വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് എത്തുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ കളക്ഷൻ ചെയ്ത് വരാനുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക, കൂടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് BMW 520D ഡീസൽ വാഹനമാണ്. 2015 എൻഡിൽ വരുന്നൊരു വാഹനമാണത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്, സൺറൂഫ് വരുന്നുണ്ട്, ഓൾ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഓൾ ഒറിജിനൽ ആണ്, ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല. അതുപോലെ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. ഇങ്ങനെ ഒരു വാഹനം കിട്ടാനുള്ള വലിയ പ്രയാസം. അത് കിലോമീറ്റർ വെറും 52,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അപ്പൊ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഇതിന്റെ ഹെഡ് ലാമ്പ്, ഇത് പ്രൊജക്ടർ ടൈപ്പ് റൗണ്ട് ഹെഡ് ലാമ്പാണ് വന്നിട്ടുള്ളത്. അത് ഈ LCIയിലേക്ക് വരുമ്പോൾ വന്നിട്ടുള്ളത്. അതുപോലെ ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. ഇതൊന്നും മുന്നത്തെ മോഡലിൽ ഇല്ലായിരുന്നു. അപ്പൊ ഈ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഓറഞ്ച് കളർ കാണുന്നുണ്ടാവും, ഒരു ഓറഞ്ച് കളർ ഇൻഡിക്കേഷൻ ഒക്കെ വന്നിട്ടുള്ളത്. അത് അഡാപ്റ്റീവ് LED എന്നാണ് ഇതിന് പറയാ, ഈ ഒരു ടൈപ്പിന്. അപ്പൊ ഈ ഒരു വാഹനം 2015 എൻഡിൽ വന്ന LCI ആയതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് ഹെഡ്ലൈറ്റ് നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ എല്ലാം നല്ല ഗ്രില്ല് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലാണുള്ളത്. ഇവിടെ BMW ഒരു ലോഗോ, BMW ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോണറ്റ് കാര്യങ്ങൾ എല്ലാം ഓൾ ഒറിജിനൽ ആണ്. ബോണ്ടിലൊക്കെ വളരെ മൈനർ ആയിട്ടുള്ള സ്ക്രാച്ച് ഉണ്ട്. അങ്ങനെ കാണൂല, നമുക്ക് എടുത്തൊന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന രൂപത്തിലുള്ളത്. കാരണം അതുകൂടി നമ്മളൊന്നും ചെയ്തിട്ടില്ല, അത് അതുപോലെ തന്നെ വെച്ചിട്ടുള്ളത്. ഇനി ബോഡിയിൽ പെയിന്റ് ചെയ്തിട്ട് ഇനി അത് ഒറിജിനൽ പെയിന്റ് അല്ല എന്നുള്ളത് പറയണമെന്ന് വിചാരിച്ചിട്ട് ഓൾ ഒറിജിനൽ ആണ്. ബമ്പേഴ്സ് നമുക്ക് പിന്നെ ഈ സൈഡ് ഇവരൊക്കെ നമ്മൾ സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഓൾ ഒറിജിനൽ ആണ്. അപ്പൊ നമ്മളിതിന്റെ ഫ്രണ്ട് ഈ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നല്ല ഒറിജിനാലിറ്റിയിൽ തന്നെ, സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ പറയണ്ടല്ലോ. ഒരു സിംഗിൾ ഓണർ വാഹനം അയാൾ എടുക്കുന്ന ഒരു 45-50 ലക്ഷം രൂപ കൊടുത്തിട്ടാണ്. അപ്പൊ ആ ഒരു വില കൊടുത്ത് വാങ്ങുന്ന ഒരു വാല്യൂ അയാൾ വീണ്ടും തുടർന്ന് ഉപയോഗിക്കുമ്പോഴും അതിൽ കാണിക്കും. അപ്പൊ നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ. നേരെ മറിച്ച് ഒരു 3 ഓണർ 4 ഓണറൊക്കെ ആകുമ്പോഴത്തേക്കും അയാൾക്ക് കയ്യിൽ കിട്ടുന്ന ചിലപ്പോൾ 10-15 ലക്ഷത്തിനോ 20 ലക്ഷത്തിനോ ഒക്കെ ആയിരിക്കും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ലാഭത്തോടു കൂടിയും യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അപ്പൊ സിംഗിൾ ഓണർഷിപ്പ് വാഹനം എപ്പോഴും നമുക്ക് അതിന്റെ നീറ്റ്നെസ്സിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. പിന്നെ സൈഡ് പ്രൊഫൈൽ നമുക്ക് ടയർ നമുക്ക് ഏകദേശം 70% നമുക്ക് ടയർ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അലോയ് വീൽ, ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈനിലുള്ള ഒരു അലോയ്. ഇതിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ റോഡ് പ്രസൻസ് നമുക്ക് വണ്ടിയുടെ ഉള്ളിലിരിക്കുന്ന ആൾക്ക് അത്ര ക്യാച്ച് ചെയ്തില്ലെങ്കിലും പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ ആണ് ഈ ടൈപ്പ് അലോയ് വീല്. പിന്നെ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ. അതുപോലെ മിറർ ഫോൾഡബിൾ ആണ്, മിററിൽ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെയിൻ ഗ്ലാസ് ഒന്നും റീപ്ലേസ് ആയിട്ടില്ല, ഒറിജിനൽ BMW ഗ്ലാസ് ആണുള്ളത്. ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ വന്നില്ല. ഇവിടെ അതിന്റെ സ്റ്റിക്കർ, ഡെലിവറി സമയത്തുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ എല്ലാം അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ടയർ കുറച്ചും കൂടി ഉണ്ടെന്ന് പറയാം. ഫ്രണ്ട് ഒരു 70 ഇതൊരു 80-85% ബാക്ക് ടയർ ഒന്നും കൂടിയും പുതിയതാണെന്ന് തോന്നുന്നുണ്ട്. കട്ടയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പുറകുവശം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ലൈറ്റ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ട്, നമ്മളൊരു കമ്പനിയുടെ പുതിയൊരു വണ്ടി അങ്ങനെ എടുക്കുന്ന ആ രൂപത്തിലുണ്ട് ഇതിന്റെ ഫിനിഷിങ്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. നല്ല BMW ആ മാർക്കിങ്ങും ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്, നല്ല ക്ലീനിലാണ് നിൽക്കുന്നത്. അതുപോലെ ബോഡിയിൽ ഡിക്കിയിലൊന്നും ഒരു റീപെയിന്റും ഇല്ല. അതിൽ ഞാൻ പറഞ്ഞ പോലെ വളരെ മൈനർ ആയിട്ടുള്ള ഒരു ഡോട്ട് പോലെ ഉള്ളതുണ്ട്. അത് കാരണം ആ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വണ്ടി സൂക്ഷിച്ചിട്ടുള്ളത്. പെയിന്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടില്ല, റീപെയിന്റ് കയറണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വളരെ മൈനറാണ്, അങ്ങനെ കാണുന്നില്ല. നമ്മളുള്ളത് ഇങ്ങനെ കാണുന്ന അതുപോലെ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുകയാണ്. പിന്നെ അതുപോലെ ബമ്പേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും ബമ്പറും പെയിന്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ ഒരു പെയിന്റിങ്ങോ കാര്യങ്ങളോ വണ്ടിയിൽ ഉണ്ടായിട്ടില്ല. നല്ല ക്വാളിറ്റിയിലാണ്. ഇവിടെ 520 ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ BMW ലോഗോയും വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ബാക്ക് വശത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാം. എക്സ്റ്റീരിയർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്റീരിയറിലുള്ള ഇപ്പൊ ഒരുപാട് തവണ BMW ചെയ്തതാണ്, വീണ്ടും നിങ്ങൾക്ക് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. എന്നാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ വണ്ടിയുടെ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്.
അപ്പോൾ ഇതിൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ട് ഒരുപാട് കാലം മുന്നേ BMW വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്ന് വരുന്ന ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ഓഫ് ഓൺ ഉണ്ട്. അപ്പം ട്രാഫിക് ഇതിലൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ബ്ലോക്കിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് ഫുള്ളായിട്ട് അമർത്തി ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും. അതിനുള്ളൊരു സിസ്റ്റമാണ് ഇതിലുള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ ഓഫ് ചെയ്തേക്കാം. അതിനുള്ളൊരു ഓപ്ഷൻ കൂടി ബട്ടൺ സ്റ്റാർട്ടിന്റെ താഴെ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഹാൻഡ് ഫ്രീ സ്റ്റിയറിംഗ് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഓഫ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഇത് സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കായി ഇങ്ങ് പൊങ്ങും. ഇപ്പം നമ്മൾ ബട്ടൺ അമർത്തി ഓഫ് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ കേട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിയറിംഗ് പൊങ്ങി വരും. അത് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഇറങ്ങി വരും. അതായത് പഴയ പൊസിഷനിൽ തന്നെ ഇത് ഇറങ്ങി വരും. അത് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. നമ്മൾ സ്റ്റിച്ചിലും കൺട്രോൾ ചെയ്യാം. മറ്റേ നമ്മൾ ഓഫ് ചെയ്ത് വണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ കാല് ഇവിടെ തട്ടുമല്ലോ. അപ്പൊ അതിന് പകരം അതിനൊരു നല്ലൊരു ഓപ്ഷൻ, അതായത് നമ്മൾ ഇറങ്ങുമ്പോൾ ഇപ്പൊ ഇങ്ങനെ തിരിഞ്ഞിറങ്ങുമ്പോൾ ഇവിടെ കാല് തട്ടുന്നതിന് ഒരു കമ്പനി കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ട് വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, കാല് ഇങ്ങനെ എടുക്കാനുള്ള ഒരു ഫ്രീ, അതാണ് ഇതിന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യം അതാണ് ഇത് തരുന്നത്. അതുപോലെ നമുക്ക് സ്റ്റിയറിംഗ് എല്ലാം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയുള്ള കിലോമീറ്റർ ഓടിയതിനുള്ള ഒരു ജെനിറ്റി നമുക്ക് സ്റ്റിയറിംഗ് വീല് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ സ്ക്രീന് കാര്യങ്ങൾ ഇപ്പോൾ വലിയ സ്ക്രീനാണ് വന്നിട്ടുള്ളത്. ഇതിലും വലുത് അടുത്ത മോഡലിൽ വീണ്ടും 16 ലാസ്റ്റിൽ നമുക്ക് വലിയ സ്ക്രീൻ ഫുൾ ആയിട്ടുള്ള സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല AC വെന്റ് 4 AC വെന്റ് വരുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ AC കൺട്രോൾ കാര്യങ്ങൾ ഇവിടെ വരുന്നത്, CD ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അതിന്റെ സ്റ്റിക്ക് കൺട്രോൾ കാര്യങ്ങൾ, നമുക്ക് കീ വെക്കുന്ന ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി പഴയ മോഡലിലൊക്കെ ഉണ്ടത്. പിന്നെ ട്രാൻസ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൽ സ്പോർട്സ് മോഡ്, നമുക്ക് മോഡുകൾ, ഡ്രൈവ് മോഡുകൾ നമുക്ക് ഒരുപാടെണ്ണം അതിൽ കൊടുത്തിട്ടുണ്ട് കമ്പനി. നമുക്ക് എക്കോ മോഡ് ഉണ്ട്. പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് ക്യാമറ ഇങ്ങോട്ട് കൊണ്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഫസ്റ്റ് എക്കോ പ്രോ വരുന്നുണ്ട്, പിന്നെ കംഫർട്ട് മോഡ്, പിന്നെ സ്പോർട്സ് മോഡ്. ഇങ്ങനെ നമുക്ക് 3 മോഡുകളാണ്, ഡ്രൈവ് മോഡുകളാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് ഇവിടെയൊക്കെ നോക്കുമ്പോൾ സാധാരണ ഇവിടെയൊക്കെ നമുക്ക് ഇവിടെയൊക്കെ കൈ വെച്ചിട്ട് ഒരു ഫെയ്ഡായ രൂപത്തിലൊക്കെ വരാറുണ്ട്. ഇതിൽ അങ്ങനെ ഉള്ള ഒരു സംഗതികളൊന്നുമില്ല. അത് ഓടിയതിന്റെ ഒരു ഇതാണ്, ക്വാളിറ്റിയിൽ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ള ഒരു ഇതാണ് നമുക്കതിൽ കാണുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് പറയാം, നമ്മൾ ഈ സ്റ്റിയറിംഗ് വീല് പുതിയ ന്യൂ ഷേപ്പിലുള്ള സ്റ്റിയറിംഗ് വീൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം കസ്റ്റമർക്ക് നമ്മൾ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടെങ്കിൽ വേണ്ട, ഒഴിവാക്കി കൊടുക്കാം. അപ്പൊ ഈ ഒരു സ്റ്റിയറിംഗ് വീല് ഒറിജിനൽ ആണിത്. ഇത് നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 2024 ഇറങ്ങുന്ന വണ്ടി, 2025 ഇറങ്ങുന്ന വണ്ടിയുടെ ടൈപ്പ് സ്റ്റിയറിംഗ് വീൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കും. അത് ഈ പ്രൈസിൽ തന്നെ നമ്മൾ ചെയ്യും. പ്രൈസ് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ നിലനിർത്തിയുള്ളത്. അതുപോലെ നമുക്ക് സൺറൂഫും ഈ മോഡലിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ബട്ടൺ നമുക്ക് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കർട്ടൺ ഓട്ടോമാറ്റിക്കായി അങ്ങ് പോകും. പിന്നെ അത് പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സൺറൂഫും താഴോട്ട് പോകും. നല്ല അതുപോലെ റൂഫ് കാര്യങ്ങൾ, സാധാരണ BMW റൂഫൊക്കെ ഇങ്ങനെ തൂങ്ങിയിട്ട് നിൽക്കാൻ നമ്മൾ എടുക്കുന്നത് മൊത്തം. ഇതിപ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉള്ളത്. അത് ചൂടിന്റെയും പിന്നെ BMW ഓടി ഇതിനും മെയിനായിട്ട് പ്രശ്നങ്ങളാണ്. സൺറൂഫിന്റെ ഈ സംഭവം ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. അത് ചൂട് കാരണമാണ് കൂടുതലും വരുന്നത്. അപ്പൊ ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രോണിക്കലി ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോകുന്നത് നമ്മൾ എക്സ്ട്രാ പറയുന്നില്ല, അതിൽ ആഡ് ഓൺ ആണ്. ഓൾറെഡി പഴയ മോഡൽ തന്നെ അതൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ചാരിൻ്റെ ഇത് എല്ലാം നല്ല ഇതിൽ തന്നെ ഉള്ളത്. പിന്നെ ഹെഡ്റസ്റ്റ് ഒക്കെ നമുക്ക് പൊങ്ങുന്നതായെന്ന് ഇതൊക്കെ എല്ലാം വർക്കിംഗ് ആണ്. 2 സൈഡും എല്ലാം വർക്കിംഗ് ആണ്. ഇതിന്റെ ഓപ്ഷനിൽ ഇവിടെ സൈഡിലാണ് അത് വരും. ഈ സൈഡിലായിട്ട് ഇങ്ങനെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പിറകുവശം നമ്മൾ പരിശോധിക്കുമ്പോൾ നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ സീറ്റ് ഒരുപാട് പിറകിലോട്ട് നീക്കിയതുകൊണ്ടാണ്, എന്നാലും നമുക്ക് അത്യാവശ്യം ആയിട്ടുള്ള ഒരാൾക്ക് ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് സൈഡ് വിൻഡോ കർട്ടൺ വരുന്നുണ്ട്. ബാക്ക് വിൻഡോയില് കർട്ടൺ വരുന്നുണ്ട്. ബാക്കിലേക്ക് ഫ്രണ്ട് ബട്ടൺ ഫ്രണ്ടിലാണ് ഇതിന്റെ ബട്ടണൊക്കെ വരുന്നത്. ഡ്രൈവർ സൈഡിലെ അവിടെയാണ് കൺട്രോളൊക്കെ, ഈ കർട്ടന്റെ കൺട്രോളൊക്കെ വരുന്നത്. പിന്നെ നമുക്കിവിടെ കൈ വെക്കാനുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വെള്ളം ഗ്ലാസ് ഒക്കെ വെക്കാനുള്ള സപ്പോർട്ട്, കാര്യങ്ങൾ എന്തെങ്കിലും സാധനം വെക്കാനുള്ള, ഇതൊക്കെ ഓൾറെഡി നോർമലി ഫീച്ചറാണിത്. പിന്നെ നമുക്ക് ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോണ്ടേ നല്ല ഈ ബീജ് കളർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ബീജ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നല്ല നീറ്റിലാണ് ഉള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ സിംഗിൾ ഓണർ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല നീറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട് ആള്. ഇപ്പൊ ബാക്ക് സീറ്റിൽ ആരും ഇരുന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് തോന്നും. അത്രയും നല്ല ക്വാളിറ്റിയിലാണ്. കാരണം ചിലപ്പം ഡ്രൈവറോ ഓണർ മാത്രം യൂസ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിൽ ബാക്ക് വശം മൊത്തം ഇന്റീരിയർ ഒരു പുതിയ വണ്ടിയുടെ അതുപോലെ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഈ അഡ്രസ്സിന്റെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ബട്ടൺ വരുന്നത്. ഇതിങ്ങനെ അമർത്തുമ്പോൾ നമുക്ക് ഇതിങ്ങനെ താഴോട്ട് കൊണ്ടുവരാം അഡ്രസ്സിനെ. പിന്നെ നമുക്ക് മേലോട്ട് ഇങ്ങനെ കൊണ്ടുവരാം. അങ്ങനെ നല്ലൊരു സംവിധാനമാണത്. ഇപ്പൊ നമുക്ക് തല ഇങ്ങനെ കുറച്ച് താഴോട്ട് വെച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ. നല്ലൊരു ഫീച്ചർ ആയിട്ടാണ്. അത് മെർസിഡീസിലൊന്നും ഈ മോഡലിൽ ഞാനത് കണ്ടിട്ടില്ല. BMW ആണ് ഇപ്പോൾ കാണുന്നത്.
അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നത് BMW ആണ് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ BMW 520 ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഒന്നുകൂടി പറയാം, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വെറും 52,000 കിലോമീറ്റർ മാത്രം ഓടിയ സൺറൂഫ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന, അതുപോലെ വേറെ പ്രത്യേകത LCI എഞ്ചിനാണ്. നമ്മൾ എഞ്ചിൻ ഒന്ന് കാണിക്കുന്നുണ്ട്, അത് കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കാറുണ്ട് എഞ്ചിന്റെ ഡീറ്റെയിൽസ്. ക്യാമറ കൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. എഞ്ചിന്റെ ഡീറ്റെയിൽസ് എപ്പോഴും ചോദിക്കാറുണ്ട്, എഞ്ചിൻ റൂം എത്രത്തോളം നീറ്റാണ് ക്ലീൻ ആണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് എഞ്ചിൻ റൂമും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് ഈ ട്വിൻ പവർ ടെർബോ എന്ന് പറഞ്ഞൊരു എഞ്ചിനാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മളല്ല കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് BMW. അപ്പൊ ഈ ഒരു എഞ്ചിന്റെ കണ്ടാൽ തന്നെ അറിയാം, ഈ ഒരു ചെറിയ എഞ്ചിൻ, സ്മോൾ എഞ്ചിൻ എന്നാണ് പൊതുവെ കോമൺ ആയിട്ട് ഇതിന് അറിയപ്പെടുന്നത്. പൊതുവെ ഇതിൽ അറിയപ്പെടുന്നത് പെട്ടെന്ന് പറയുകയാണെങ്കിൽ LCI എന്നും പറയും. അപ്പൊ ഈ ഒരു എഞ്ചിൻ കിട്ടാനാണ് എല്ലാവരും ആഗ്രഹിച്ച് കിടക്കുന്നത്. ഇപ്പൊ BMW ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു സ്മോൾ എഞ്ചിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ മാക്സിമം ഈ ഒരു ടൈപ്പ് എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ നല്ല റിലയബിൾ ആണ്, കംപ്ലൈൻസ് കുറവാണ്, നല്ല മൈലേജ് കിട്ടും. ഹൈവേയിലൊക്കെ നമുക്ക് 16-17 ഒക്കെ മൈലേജ് കിട്ടും, ലോക്കൽ ഒരു 14 പ്ലസും നമുക്ക് മൈലേജ് കിട്ടും. അപ്പൊ എഞ്ചിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇത് ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് പോലും സംഭവിച്ചിട്ടില്ല, ഓൾ ഒറിജിനൽ ആണ്. സർവീസ് റെക്കോർഡ് നമ്മൾക്ക് അവൈലബിൾ ആണ്. വെറും 52,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു, അതുപോലെ സ്റ്റെയറിംഗ് നമ്മൾ പുതിയതായിട്ട് മാറ്റി തരും കസ്റ്റമർക്ക് വേണമെങ്കിൽ. നമ്മൾ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്, 2 ദിവസം കൊണ്ട് എത്തും സാധനം. കസ്റ്റമർക്ക് വേണമെങ്കിൽ നമ്മൾ അതും കൂടി ചേഞ്ച് ചെയ്തിട്ട് പുതിയ സ്റ്റെയറിംഗ് വീലൊക്കെ ആക്കിയിട്ട് തരും. അപ്പൊ ഇതിന്റെ പ്രൈസ് ആണ്, ഇത് HR രജിസ്ട്രേഷനിലുള്ളതുകൊണ്ട് 2015 വാഹനമാകുമ്പോൾ എല്ലാവരും ചോദിക്കും NOC പ്രശ്നമുണ്ടോ. ഇത് ഡൽഹി രജിസ്ട്രേഷൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇത് HR രജിസ്ട്രേഷൻ ആണ് വാഹനം വരുന്നത്. അതുപോലെ നമുക്ക് ഇങ്ങനെ NOC എടുത്ത് കൊടുക്കാൻ പറ്റും. കസ്റ്റമർ കേരളത്തിലോ അതർ സ്റ്റേറ്റിലൊക്കെ എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC കൊടുക്കാം. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, 14,75,000 രൂപയാണ്. ഓൾമോസ്റ്റ് ഫൈനലാണ്. ഹൈ ക്വാളിറ്റി. നിങ്ങൾ വന്ന് കണ്ടാൽ ഈ വണ്ടി കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പോകില്ല, അത് ഞാൻ ഗ്യാരണ്ടി തരാം. അത്രയും. അതുപോലെ എഞ്ചിനും കാര്യത്തിനൊക്കെ നമുക്ക് കുറച്ച് ദിവസത്തെ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ വാറണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം കുറച്ച് ദിവസത്തേക്ക്. അപ്പൊ കുറച്ച് ദിവസം വരെ ഓടുള്ളൂ എന്നാണ് ചില ആൾക്കാർ സംശയം. അതല്ല, നമുക്കിപ്പോ ഒരു യൂസ്ഡ് വാഹനം, 10 വർഷമായ ഒരു വാഹനം ഒരുപാട് കാലത്തേക്കൊന്നും ഇപ്പോൾ വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ എന്തെങ്കിലും വേറെ കാരണവശാൽ എന്തെങ്കിലും വർക്ക് വന്നായിരുന്നു അത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്നാലും സാധാരണ ഇത്ര പ്രീമിയം കാറുകൾ ആരും വാറണ്ടി കൊടുക്കാറില്ല. അപ്പൊ നമുക്കിത് ചെറിയ ദിവസത്തേക്ക് കൊടുക്കാം. അപ്പോൾ നല്ല ക്വാളിറ്റി വാഹനമാണ്. അപ്പൊ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളി. ഇൻട്രസ്റ്റ് ഉള്ള ഈ BMW 5 സീരീസ് നോക്കി നടക്കുന്ന ആൾക്കാരുടെ വിളിച്ചോളി. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വാഹന സംബന്ധമായിട്ടുള്ളത് നോക്കുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. താഴെ നമ്മൾ ലിങ്കിൽ നമ്മളെ Facebook Instagramന്റെ ID കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് കയറി ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.